വെച്ചാൽ നമ്മൾ പുതിയൊരു വണ്ടി ബുക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ പേരെന്താ ചോദിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. ഇതാണ് നമ്മുടെ വീട്. അയ്യോ ശരി വാതിൽ അടച്ചു. ഓപ്പൺ അടയടാ. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വണ്ടികൾ കിടക്കുന്ന സ്ഥലം. അവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ, പിന്നെ ഇതിവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഈ ഡോർ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ രാത്രിയിലത്തെ ഒരു വ്യൂ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ വീടിനകത്ത് 1, 2, 3, 4 മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇങ്ങനത്തെ പോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളടുത്ത് വരുന്ന തുറക്കുന്നൊരു ഇതുണ്ട്. നമ്മളെ അടുത്ത് വന്നതിന് തുറക്കുന്നൊരു ഗേറ്റ് ഉണ്ട്. 3 വണ്ടികളുണ്ട്. നമ്മളിന്ന് ഏത് വണ്ടി എടുത്തിട്ട് പോകും? കാഡിലാക്ക് എടുക്കാനാണ്. നമ്മളിന്നൊരു വണ്ടി വാങ്ങാനാണ് പോകുന്നത്. നമ്മൾ അത്യാവശ്യം ഒരു റിച്ച് ലുക്ക് തോന്നാൻ ബെൻസ് തുടങ്ങണം. സ്പോട്ട് ലുക്കാണെന്നില്ല. നമുക്ക് കാഡിലാക്കിലാണ് പോകാം. കാരണം ഇവൻ്റിൽ 2 പരിപാടികൾ ചെയ്യാനുണ്ട്. ഒന്ന് കൂളിംഗ് ഫിലിം അടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതും പിന്നെ വണ്ടി വാങ്ങലും. എന്തായാലും വണ്ടി കൊണ്ട് പോവാണ്. നമ്മൾ വീടിനോട് ടാറ്റ ബൈ വീട്. നമ്മൾ പുതിയ വണ്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പുതിയ വണ്ടി തൊട്ടടുത്താണ് കേട്ടോ. ഇപ്പോൾ മാപ്പ് പ്രകാരം നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോവാണ്. ഞാൻ കുറേ കാലമായി യൂസ് ഇതുവഴി പോയിട്ട് ഇതുവഴി നേരെ പോയി അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ അടുത്ത വണ്ടി എടുക്കാൻ പോണേ. വണ്ടി മാറല ഇത്രയും വലിയ മാറട ഇത്രയും വലിയ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ അടുത്താണ്. നമ്മൾ വണ്ടി നിർത്തി നമ്മൾ പുറത്തിറങ്ങുവാണ് സുഹൃത്തുക്കളെ. വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ എടുക്കാൻ വരുന്ന വണ്ടി ഏതാണെന്ന് നാട്ടുകാർക്ക് വേണ്ടിയാണ് അറിയാമെന്നോ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വണ്ടിയൊന്നും പറയുന്നില്ല. നമ്മൾ എല്ലാ വണ്ടിയും ഒന്ന് നോക്കുകയാണ്. എന്നാലും ഇതേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു. കാർഡ് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ വണ്ടി. വണ്ടി സൂപ്പർ വണ്ടിയാണ് കേട്ടോ. വണ്ടി തൊട്ടാ ഡ്രിഫ്റ്റിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് കൂളിംഗ് അടിക്കാം. ഇത് നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്നാണ് ഇതിലാണ് പോവാം. അതായത് നമ്മൾ ഫുൾ സ്പീഡ് നോക്കുകയാണ്. വണ്ടി ഇതിനകത്ത് കയറ്റുന്നുണ്ട്. നമ്മൾ നേരെ ബ്ലാക്ക് കളറാണ്ട് അടിച്ചു. വണ്ടിയുടെ ലുക്കേ മാറി. നമ്മൾ വേറെ പെയിൻ്റ് ഒന്നും അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞു നമ്മളിപ്പോൾ ഈ വണ്ടിയിലുള്ള പരിപാടികളൊക്കെ. പവർ ഡെലിവറി കുറച്ച് കുറവാണെന്ന് സംശയം. നമ്മൾ വണ്ടി നമ്മൾ പണിയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വേണ്ട, നമുക്ക് 2 ടർബോ ഉണ്ട് വെച്ചോളാം.
നമുക്ക് മറ്റേ ആ വണ്ടിയിൽ കൂളിംഗ് ഫിലിം അടിക്കാനുള്ള പൈസ കൂടി ഇല്ല. നമ്മൾ മറ്റേ വണ്ടിയിൽ കൂളിംഗ് ഫിലിം അടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ വണ്ടി ഉണ്ടോ? ഓ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ വിടുവാണ്. ഈ 27 രൂപ നമുക്ക് കുറച്ച് പൈസ വേണം. അവിടെ നമുക്കൊരു റേസിൽ പങ്കെടുത്തേക്കാം. 7400 രൂപയ്ക്ക് വേണ്ടി നമ്മളൊരു റേസിൽ പങ്കെടുക്കുകയാണ്. നമ്മുടെ വണ്ടിയേക്കാളും പവറുള്ള വണ്ടികളാണ് യൂസ്. എന്നാൽ ശരി, ടാറ്റ, ബൈ ബൈ. ബൈ, ഞാൻ പോകുന്നു. ഈ വണ്ടി പറക്കാണല്ലോ. ഓ എന്താണത്? ആ പുതിയ വണ്ടി എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ എല്ലാത്തിനും തല്ലി കൊല്ലും ഞാൻ. നിനക്കൊന്നും എൻ്റെ സ്വഭാവം അറിയില്ല. നമ്മളെ തേടാക്കി ഞാൻ അവിടെ പോയി. താൻ പോടോ, ഞാൻ പോവാ. നമ്മൾ ഓരോരുത്തരുടെ മുന്നിൽ കയറുവാണ്. ഫസ്റ്റ് ലാപ്പ് ആ മുന്നിൽ കയറിയാണ്. സെക്കൻഡ് ലാപ്പ് ആകുമ്പോൾ ഞാൻ തന്നെ മുന്നിൽ. ഫസ്റ്റ് ലാപ്പ് മുന്നിൽ കയറിയിട്ട് പിന്നെന്താ, നമ്മളത്രയും പ്രൊഫഷണൽ ഡ്രൈവർമാരും അറിയില്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ലാപ്പിൽ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. 7 മിനിറ്റ് ഇപ്പൊ കഴിയും. 7 മിനിറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സാങ്കേതിക തകരാറുകൾ. അതൊന്നും സംഭവിച്ചില്ല, ചെറിയ സാങ്കേതിക തകരാറുകൾ. ലാപ്പ് 2 അവന്മാർക്ക് ബാക്കില്ല. ഭാഗ്യം നമ്മൾ ഫ്രണ്ടിൽ കയറിപ്പോയില്ല. അവനെ ഇതുവരെ അവിടെ നിന്ന് വന്നില്ല. നമ്മുടെ ഡ്രോൺ ഇപ്പോൾ ഓഫാവും. ഡ്രോൺ ഓഫായി കഴിഞ്ഞ് ഏതെങ്കിലും പട്ടിക്കാട്ടി പോയി കിടക്കും. പിന്നെ ഞാൻ വേറെ വണ്ടി വിളിച്ചു വന്നത് അന്വേഷിക്കണം. അതുകൊണ്ട് നമ്മൾ ജയിക്കുന്നതും കൂടെ എഴുതിക്കും. നമ്മൾ റിവേഴ്സിൽ ഈ ഗെയിം ആണ് ജയിച്ചത്. ഇനി അപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയിൽ എല്ലാവർക്കും ബൈ ബൈ. നമ്മൾ
നമ്മൾ ഗെയിം ജയിച്ചിട്ടുണ്ട്. ഇനി മറ്റേ കാടിലാക്കലിൻ്റെ ആ ഒരു SUV-ൽ നമ്മൾ കൂടുതൽ ഫിലിം അടിക്കുന്നതാവും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.